ഹലോ ഗായ്സ്, ഞാനും സംസാരിക്കാൻ പോകുന്നത് മെയിനായിട്ട് പലർക്കും ഡൗട്ടുള്ള സംഭവമാണ്. നമുക്ക് എത്ര രൂപയുടെ സെയിൽ ഒരു ദിവസം ഉണ്ടെങ്കിൽ ഒരു സ്മോൾ ബിസിനസ് റൺ ചെയ്ത് പോകും. അത് നമുക്ക് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടാക്കണം. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഓക്കെ, റീറ്റെയിൽ സെക്ടർ നോക്കാം. അതെല്ലാം ഒരുപാട് പേര് നോക്കുന്ന റീറ്റെയിൽ ഓർ സ്മോൾ ഓഫീസസ്, അവർക്ക് നമുക്ക് എത്ര രൂപ വരുമാനം ഉണ്ടാക്കി ഒരു മാസം പിടിച്ച് നിൽക്കാം എന്നുള്ളൊരു ഐഡിയ. ഇത് നിങ്ങൾ തന്നെ കണക്കിൽ നിങ്ങൾ മാറ്റിയാൽ മതി പിന്നീട്. ഇപ്പം നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓക്കെ, ബേബി ഷോപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ് 35 ലാക്ക്. 35 ലാക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഒരു ബേബി ഷോപ്പ്. സാലറി തന്നെ ഫസ്റ്റ് കണ്ടുപിടിക്കാം. സാലറി സ്റ്റോർ മാനേജർ, ഒരു മീഡിയം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ. നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ റേറ്റിന് കിട്ടില്ല. സെയിൽസ് എക്സിക്യൂട്ടീവ് മീഡിയ എക്സ്പീരിയൻസ് ഉള്ള ഒരു 15,000. വേറൊരു സെയിൽസ് എക്സ്പീരിയൻസ് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്തത് ഒരു 12,000. ഒരാൾ 12,000. പിന്നെ നമ്മളെ സ്റ്റോറിലേക്ക് വേണ്ടിയാണ്. പിന്നെ ലേഡീസ് എക്സിക്യൂട്ടീവ് ഒരു 10,000. ഇതൊരു എല്ലാവരും അപ്രോക്സിമേറ്റ് ഇതാണ്. ഓണറിൻ്റെ സാലറി 25,000, 25,000 റുപ്പീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ സാലറി ഒന്ന് കൂട്ടാം. ഒരു മാസം എത്ര വേണമെന്ന്. 20,000 പ്ലസ് 15,000 പ്ലസ് 12,000 പ്ലസ് 10,000 പ്ലസ് 25,000 ഈസ് 82,000 റുപ്പീസ്. ഓക്കെ, നമ്മൾ സാലറി കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ബേസിക് എക്സ്പെൻസസ് നോക്കാം. സാലറി 82,000 വേണം. അത് കഴിഞ്ഞ് റെൻറ്റ്. ഒരു ബേബി ഷോപ്പ് ഗ്രൗണ്ട് ഫ്ലോർ ആയിരിക്കും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ലൊക്കേഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് 40,000 റെൻ്റ് ഇടാം. പ്ലസ് 40,000 പ്ലസ് ആവും, പക്ഷേ ഇപ്പോൾ നമ്മൾ 40,000 ഇടാം. ഇലക്ട്രിസിറ്റി എയർ കണ്ടീഷൻഡ് ആയിരിക്കുമല്ലോ. 15,000 പെർ മന്ത്. രണ്ട് മൂന്ന് AC കാണും. ട്രാൻസ്പോർട്ടേഷൻ 5,000 ഇടാം. അത് കഴിഞ്ഞ് ആഡ്, അതൊരു 7,000 ഇടാം. അത് കഴിഞ്ഞ് ഇൻ്റർനെറ്റ് 2,000 ഇടാം. മിസ്ലേനിയസ് ഒരു 2,000 ഇടാം. സോ ടോട്ടൽ എക്സ്പെൻസ് പെർ മന്ത് സാലറി 82,000 വേണം, 40,000 റെൻറ്റ് വേണം, 15,000 നമുക്ക് ഇലക്ട്രിസിറ്റി വേണം, ട്രാൻസ്പോർട്ടേഷൻ സാധനങ്ങൾ കൊണ്ടുവന്നെല്ലാം കൂടെ ഒരു മിനിമം 5,000 വേണം. പിന്നെ ഒരു 7,000 രൂപ നമുക്ക് ആഡിന് വേണം. ഇൻ്റർനെറ്റ് അതെല്ലാം കൂടെ ഒരു 2,000 വേണം. പിന്നെ മിസ്ലേനിയസ് ഒരു 2,000 വേണം. ഇതിനകത്ത് സെയിൽസ്മാൻ കമ്മീഷനോ വേറെ വരാൻ പോകുന്ന വേറെ കുറേ എക്സ്പെൻസ് ഉണ്ട്, അതൊന്നും ഇട്ടിട്ടില്ല. നമുക്ക് ഇപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കാം. 1,53,000 റുപ്പീസ് വേണം പെർ മന്ത്. അപ്പോൾ നമുക്ക് ഒരു മാസം 1,53,000 ആണ് വേണ്ടത്. അപ്പം 1,53,000. നമ്മൾ വർക്കിംഗ് ഡേ 4 സൺഡേസ് അവധിയാണ്. അപ്പോൾ വീക്ക്ലി 1 ഡേ ഓഫാണ്. അത് ഏത് ദിവസമാണ് നോക്കാം. അപ്പം 26 വർക്കിംഗ് ഡേയ്സ്. അപ്പം 153 ഡിവൈഡഡ് ബൈ 26 ഈസ് 5,885. ഡെയിലി ക്യാഷ് നീഡഡ് 5,885 ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്ഥാപനം ഒന്ന് ഓട്ടിച്ച് കൊണ്ടുപോകാൻ പറ്റും. എക്സ്പെക്റ്റഡ് ഡെയിലി സെയിൽ 25,000 റുപ്പീസാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഡെയിലി സെയിൽ. അപ്പം നമുക്ക് ക്യാഷ് നീഡഡ് ഒരു മാസത്തേക്ക് 1,53,000 രൂപയാണ്. അപ്പം 26 ദിവസം ആണ് വർക്കിംഗ്. ഡിവൈഡ് ബൈ 26 ഒരു ദിവസത്തെ കണക്ക് കിട്ടും. 5,885. അപ്പോൾ ഡെയിലി 5,885 രൂപ നമുക്ക് വേണം, ഓടിയാലും ഓടിയില്ലെങ്കിലും. നമുക്ക് എക്സ്പെക്റ്റഡ് ഡെയിലി സെയിൽസ് 25,000 ആണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 25,000 കിട്ടിയാൽ ഇത് ഓടുമോ? കുറച്ചെങ്കിലും ഓടുമോ? അതായത് ഈ നമ്മളെ എക്സ്പെൻസ് എങ്കിലും മീറ്റ് ചെയ്യാൻ പറ്റുമോ? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മാർജിൻ ബേബി ഷോപ്പ് ആവറേജ് 25%. അപ്പോൾ മാർജിൻ 25% ആണ് കിട്ടുന്നത്. അപ്പം 25,000 ആണ് ഒരു ദിവസത്തെ. 25
പെർസെൻറ്റേജ് ആണ് മാർജിൻ. നമുക്ക് 25,000ൻ്റെ 25%, 6,250 രൂപ ലാഭമായിട്ട് കിട്ടും. അപ്പം 6,250. നമുക്ക് ഡെയിലി ക്യാഷ് നീഡഡ് 5,885. നമുക്ക് കിട്ടിയ ലാഭം മൈനസ് എക്സ്പെൻസ് 6,250 മൈനസ് 5,885, 365 രൂപ ബാലൻസ് ഉണ്ട്. നമ്മൾ ബാക്കി കൊടുത്തതിന് ശേഷമേ നമുക്ക് 365 വെച്ച് ഓടിപ്പോവോ സ്ഥാപനം? ഇല്ല. എക്സ്പെൻസ് കവർ ചെയ്യാം. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി 25,000 രൂപ സെയില് നടന്നപ്പോൾ പോലും നമുക്ക് ജസ്റ്റ് എക്സ്പെൻസ് മീറ്റ് ആവണേ ഉള്ളൂ. അപ്പോൾ നമുക്കത് 35,000 രൂപ എങ്കിലും സെയിൽസ് ആക്കിയാൽ മാത്രമേ 35,000 ഇൻറ്റു 25 8,750. നമുക്ക് കിട്ടിയ ലാഭം 8,750. ഫിക്സ്ഡ് എക്സ്പെൻസ് 5,885. 2,865 രൂപ ബാലൻസ് ഉണ്ട് ഒരു ദിവസം. ഇൻറ്റു 26 ദിവസം വർക്കിംഗ് ഡേ 74,490 രൂപ. അപ്പോൾ നമുക്ക് 25,000 രൂപ സെയില് നടന്നപ്പോൾ വേറും നമുക്ക് ഡെയിലി 365 രൂപ ബാലൻസ് കിട്ടണം. അതുകൊണ്ട് ഒന്നും നടക്കൂല. അപ്പോൾ നമുക്ക് മനസ്സിലായി മിനിമം ഇത്രയും സെയില് കൂട്ടിയില്ലെങ്കിൽ നമുക്ക് ഓടൂല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്ത് മനസ്സിലാക്കാം. നമ്മൾ കട തുടങ്ങിയിട്ടില്ല, അതിനു മുമ്പ് തന്നെ ഇത്രയെങ്കിലും സെയിൽ കിട്ടിയാലേ ഇത്ര എങ്കിലും ഇത് ചെയ്യാൻ പറ്റൂ. അപ്പം നമുക്ക് എക്സ്പെക്റ്റഡ് സെയിൽസ് 35,000 എങ്കിലും ഉണ്ടെങ്കിലേ നടക്കുള്ളൂ മനസ്സിലായി. പിന്നെ മാർജിൻസ് 25% ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ അത് 35% ഉള്ള പ്രോഡക്റ്റ് കാറ്റഗറി ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെറ്റർ ആണ് എന്നുള്ളത് കാര്യവും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ മനസ്സിലായി. അപ്പോൾ നിങ്ങൾ ഏത് ബിസിനസ് ആവട്ടെ, ആ ബിസിനസ്സിൽ വെറുതെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഇങ്ങനത്തെ സംഭവം എക്സ്പെൻസ് ഒക്കെ ഇട്ടിട്ട്. ഓക്കെ, അതായത് അറിയാവുന്നവർക്കെല്ലാം അറിയാം. ഇത് സാധാരണക്കാർക്കുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞേക്കണത്. ഭയങ്കര കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. സോ പ്ലീസ് ട്രൈ ഇറ്റ് ഔട്ട് ഗൈസ്. എനിക്ക് ഇനി വരാൻ പോണ വീഡിയോയിൽ പറയാൻ പോകുന്നത്, നമ്മൾ പൈസ 35 ലക്ഷമാണ് നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതേപോലെ നമ്മൾ ഇറക്കിയ പൈസ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടേ? ഈ പൈസ ഇറക്കിയ പൈസ എന്ന് തിരിച്ചു കിട്ടും, അതിനെക്കുറിച്ചൊക്കെ ഉള്ള വീഡിയോസ് അടുത്തത് ഇനി കമ്മിങ് ഇതിൽ വരുന്നുണ്ട് കേട്ടോ. ഡീറ്റെയിൽ വീഡിയോ ഞാൻ അങ്ങനെ ഇടാം. ഓക്കെ, താങ്ക് യു, ബൈ.